ബംഗാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാല. പതിറ്റാണ്ടുകൾ ചുവപ്പണിഞ്ഞ മണ്ണിൽ മാ മാതി മാനുഷ എന്ന മുദ്രാവാക്യവുമായി മമതാ ബാനർജി എന്ന വിപ്ലവകാരി വിതച്ച വിത്തുകൾ ഒരു വൻമരമായി വളർന്ന് പന്തലിച്ചിരുന്നു. എന്നാൽ 2026 ആ വൻമരം വേരോടെ പിഴുതെറിയപ്പെട്ടു. ദയനീയ പരാജയത്തിനൊടുവിൽ ഇതാ തൃണമൂൽ തകർന്നടിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതെ, തൃണമൂൽ വൻ പിളർപ്പിലേക്ക്. അധികാരത്തിന്റെ ഉന്നതിയിൽ നിന്നും വെറും 81 സീറ്റുകളിലേക്ക് ഒരു പാർട്ടി കൂപ്പുകുത്തിയപ്പോൾ അത് വെറും ഒരു ഭരണവിരുദ്ധ തരംഗമല്ല, മറിച്ച് തൃണമൂലിന്റെ ഉള്ളിൽ നിന്നും വരുന്ന ആ പിളർപ്പിന് പിന്നിലെ സത്യങ്ങൾ എന്താണ്? മരുമകനും അമ്മായിയും തമ്മിലുള്ള അധികാര വടംവലി ഒരു സാമ്രാജ്യത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത്? സ്വന്തം കോട്ടയായ ഭവാനിപൂരിൽ മമത തകർന്നു വീണതും, മന്ത്രിമാർ അഴിമതി കഥകൾ വിളിച്ചു പറഞ്ഞ് പാർട്ടി വിടുന്നതും, ഗുണ്ടകൾ ജീവനും കൊണ്ട് അതിർത്തി കടക്കുന്നതും ബംഗാൾ ഇതുവരെ കാണാത്ത ദൃശ്യങ്ങളാണ്. മനോജ് തിവാരിയെ പോലെയുള്ളവർ ഉന്നയിച്ച ടിക്കറ്റിന് 5 കോടി എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നമുക്ക് സത്യമാണോ എന്നും പരിശോധിക്കാം. എന്തായാലും ചരിത്രം ആവർത്തിക്കുകയാണ്. പക്ഷേ ഇത്തവണ അത് തൃണമൂലിന്റെ ചരമക്കുറിപ്പാണ്, അല്ലെങ്കിൽ ചരമഗീതമാണ്. ബംഗാൾ രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 1970കളിലേക്ക് പോകണം. 33 വർഷം CPM ബംഗാൾ ഭരിച്ചു. ആ ചുവപ്പുകോട്ട തകർക്കാനാവാത്തതാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. അവിടെയാണ് മമതാ ബാനർജി എന്ന കരുത്തുറ്റ വനിതയുടെ ഉദയം. 1998 കോൺഗ്രസ് വിട്ട് തൃണമൂൽ രൂപീകരിച്ച മമത സിംഗൂറിലെയും നന്ദിഗ്രാമിലെയും കർഷക പ്രക്ഷോഭങ്ങളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കി. 2011 അവർ ചരിത്രം കുറിച്ചു. ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞ് അധികാരത്തിലെത്തിയ തൃണമൂൽ ബംഗാളിലെ ഗ്രാമങ്ങളിൽ വൻ സ്വാധീനം ചെലുത്തി. 2016 2021 അവർ അധികാരം നിലനിർത്തി. പ്രത്യേകിച്ചും 2021 BJPയുടെ സർവ്വസന്നാഹങ്ങളെയും നേരിട്ട് 215 സീറ്റുകൾ നേടിയപ്പോൾ മമത ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ കരുത്തുറ്റ ബിംബമായി മാറി. പക്ഷേ ആ വിജയത്തിന്റെ ലഹരിയിൽ പാർട്ടിക്ക് സംഭവിച്ച പിഴവുകളാണ് ഇന്നത്തെ ഈ തകർച്ചയ്ക്ക് ആധാരം. തൃണമൂലിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അതിന്റെ നാശം തുടങ്ങിയത്. ഇതിനെ നമുക്ക് അമ്മായി മരുമകൻ പോര് എന്നൊക്കെ വിളിക്കാം. മമതയുടെ മരുമകൻ അഭിഷേക് ബാനർജി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയതോടെ പഴയകാല നേതാക്കളൊക്കെ അവഗണിക്കപ്പെട്ടു. മമതയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പാർട്ടി കെട്ടിപ്പടുത്ത സീനിയർ നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്റെ വിശ്വസ്തരായ യുവ നേതാക്കളെയൊക്കെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി അഭിഷേക് നല്ലോണം ശ്രമിച്ചു. 2 അധികാര കേന്ദ്രങ്ങളായി പിന്നീട് തൃണമൂലിന്റെ അവസ്ഥ. പാർട്ടിയിൽ 2 തട്ടുകൾ രൂപപ്പെട്ടു. ഒന്ന്, കാർത്തിക് ഘോഷിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്ത് വരുന്നു. പിന്നെ മാൾഡെ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പാർട്ടി തോറ്റപ്പോൾ അഭിഷേക് മാപ്പ് പറയണമെന്ന മുതിർന്ന നേതാക്കളുടെ ആവശ്യം ആഭ്യന്തര കലഹം സൃഷ്ടിച്ച് തെരുവിലേക്ക് എത്തിച്ചു. പിന്നെ അമിതാധികാര പ്രവണതയാണ് അടുത്തത്. അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ മമതയെ പോലും സമ്മർദ്ദത്തിലാക്കി അഭിഷേക് തന്റെ തീരുമാനങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അത് പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന അതൃപ്തി 2026 ഒരു അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിച്ച കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. തൃണമൂലിന്റെ തകർച്ചയിലെ ഏറ്റവും കറുത്ത അധ്യായമാണ് അഴിമതി എന്ന് പറയുന്നത്. സാധാരണക്കാരന്റെ പാർട്ടി എന്ന് അവകാശപ്പെട്ടവർ പണക്കൊതിയന്മാരായി മാറിയ കാഴ്ചയാണിത്. മുൻ മന്ത്രിയും ക്രിക്കറ്റ് താരവുമായ മനോജ് തിവാരി നടത്തിയ വെളിപ്പെടുത്തലുകൾ ബംഗാളിനെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് പരിശോധിക്കാം. എനിക്ക് മത്സരിക്കാൻ ടിക്കറ്റ് വേണമെങ്കിൽ 5 കോടി രൂപ നൽകണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തവണ തൃണമൂലിന്റെ ടിക്കറ്റിൽ മത്സരിച്ച 70ഓളം സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ കോടികൾ നൽകിയാണ് സീറ്റ് ഉറപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. അഴിമതി വെറും നിയമനങ്ങളിലോ വികസന പദ്ധതികളിലോ ഒതുങ്ങില്ല. അത് പാർട്ടിയുടെ ഘടനയെ തന്നെ കാർന്നു തിന്നുകയാണ്. ഇതിനെല്ലാം പുറമെ മന്ത്രിസഭയിൽ താൻ വെറും ഒരു ലോലിപോപ്പ് മന്ത്രിയായിരുന്നു എന്നും ചായയും ബിസ്ക്കറ്റും കഴിക്കാനല്ലാതെ ഒരു ഫയലിലും ഒപ്പിടാൻ തനിക്ക് അനുവാദമില്ലായിരുന്നുവെന്നും തിവാരി പരിതപിക്കുകയാണ്. ലയണൽ മെസ്സിയെ പോലെ ഒരു ലോക താരം കൊൽക്കത്തയിൽ വന്നപ്പോൾ പോലും കായിക മന്ത്രിയെ അവഗണിച്ചത് പാർട്ടിക്കുള്ളിലെ ഏകാധിപത്യത്തിന്റെ തെളിവാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ തന്നെ തൃണമൂലിന്റെ പതനം എത്രത്തോളം ഭീകരമാണെന്ന്, അതായത് ജനങ്ങൾ എത്രത്തോളം തിരിച്ചടിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2021 215 സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2026 വരുമ്പോൾ തൃണമൂൽ 81 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ഒരു മുഖ്യമന്ത്രി സ്വന്തം തട്ടകമായ ഭവാനിപൂരിൽ സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടത് പാർട്ടിക്ക് നൽകിയ സന്ദേശം വ്യക്തമാണ്. ജനം നിങ്ങളെ കൈവിട്ടിരിക്കുന്നു. അതുതന്നെയാണ്. ഇനി 200-ലധികം സീറ്റുകൾ നേടി BJP ബംഗാളിൽ ചരിത്രം കുറിച്ചു. അതിലേക്ക് വരുമ്പോൾ സുവേന്ദു അധികാരി എന്ന മുൻ തൃണമൂൽ നേതാവ് തന്നെ തൃണമൂലിന്റെ അന്തകനായി മാറി. അദ്ദേഹം ഇത്തരത്തിലുള്ള അഴിമതിക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് അവിടെ നിന്നും ഇറങ്ങി വന്നത്. ഇന്ന് അദ്ദേഹം ബംഗാളിലെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. തൃണമൂലിന്റെ ഏറ്റവും വലിയ കരുത്തായിരുന്ന മുസ്ലിം വോട്ട് ബാങ്ക്
പതിവാണെങ്കിൽ ഇത്തവണ വിള്ളലും ഉണ്ടായി. CPM കോൺഗ്രസ് സഖ്യം ചിലയിടങ്ങളിൽ വോട്ട് പിടിച്ചതും വലിയൊരു വിഭാഗം BJPയുടെ വികസന മുദ്രാവാക്യങ്ങളിൽ വിശ്വസിച്ചതും തൃണമൂലിന് വിനയായി. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ബംഗാളിലെ ഗ്രാമങ്ങളിൽ നിന്ന് തൃണമൂൽ ഗുണ്ടകൾ ഇപ്പോൾ ജീവനും കൊണ്ട്, ഗുണ്ടകളും നേതാക്കളും കൂട്ടത്തോടെ അപ്രത്യക്ഷമായി ജീവനും കൊണ്ട് ഓടുകയാണ്. ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് തൃണമൂലിന്റെ പ്രാദേശിക നേതാക്കളിൽ ഭൂരിഭാഗവും ഒറീസ, അസം, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു. പലരും ബംഗ്ലാദേശിലേക്ക് മുങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. പണ്ട് CPM കേഡറുകൾ ചെയ്തതുപോലെ ജനങ്ങളെ അടിച്ചമർത്തിയവർക്ക് ഇപ്പോൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയമാണ്. ഇതിന്റെ ഭാഗമായി ലുക്കൌട്ട് നോട്ടീസുകൾ വരെ പുറത്തിറക്കി. മമതാ ബാനർജിക്കും മറ്റ് പ്രമുഖ നേതാക്കൾക്കുമെതിരെ പലയിടങ്ങളിലും പ്രതിഷേധക്കാർ ലുക്കൌട്ട് നോട്ടീസുകൾ പതിപ്പിച്ചിട്ടുണ്ട്. കാണാതായ നേതാക്കളെ കണ്ടെത്തണമെന്ന പരിഹാസ രൂപേണയുള്ള പോസ്റ്ററുകൾ ബംഗാളിലെ തെരുവുകളിൽ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ രാജ്യതരംഗം വേറെയും. ചലച്ചിത്ര സംവിധായകൻ രാജ് ചക്രവർത്തിയെ പോലെയുള്ളവരൊക്കെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് തങ്ങളുടെ പഴയ മേഖലകളിലേക്ക് മടങ്ങി. പിന്നെ കൗസ്ദേവ് ബാഗ്ചിയോട് 15,000-ലധികം വോട്ടുകൾക്ക് തോറ്റ രാജ് ചക്രവർത്തി പറഞ്ഞത് രാഷ്ട്രീയം എനിക്ക് പറ്റിയ മേഖലയല്ല, പണിയല്ല എന്നാണ്. ഇത് സത്യത്തിൽ തോൽവി സമ്മതിക്കുകയല്ല, മറിച്ച് മുങ്ങുന്ന കപ്പലിൽ നിന്നും രക്ഷപ്പെടലാണ്. എങ്ങനെയാണ് BJP ഈ വിജയം അവിടെ നേടിയത്? ഇതിന് പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു. തൃണമൂൽ ഭരണത്തിലെ അഴിമതിയും ഗുണ്ടാ വിളയാട്ടവും BJP ആയുധമാക്കി. തൃണമൂലിൽ നിന്നും രാജിവെച്ച് വന്ന സുവേന്ദു അധികാരിക്ക് തൃണമൂലിന്റെ ഓരോ ചലനവും അറിയാമായിരുന്നു. ശത്രുവിനെ ശത്രുവിന്റെ പാളയത്തിൽ പോയി തോൽപ്പിക്കുക എന്ന തന്ത്രമാണ് സുവേന്ദു നടപ്പിലാക്കിയത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ തൃണമൂൽ തടയുന്നു എന്ന ആരോപണം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. അതൊക്കെ തന്നെ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകുന്നതോടെ ബംഗാൾ പുതിയൊരു വികസന യുഗത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ചും പഴയ ബംഗാളിന്റെ ആ ഒരു മുഖം കൈവരിക്കുകയാണ്. പിന്നെ നിലവിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു വലിയ പ്രതിസന്ധിയിലാണ്. പാർട്ടി യൂണിറ്റ് നിലനിർത്താൻ DCC ഡിസിപ്ലിനറി കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ആരും അത് വകവെക്കുന്നില്ല. മമതയുടെ വാക്കിന് പഴയ വിലയില്ല. അഭിഷേക് ബാനർജിയുടെ ആകട്ടെ മുതിർന്ന നേതാക്കളുടെ കണ്ണിലെ കരടായി മാറുകയും ചെയ്തു. മാൾട്ടയിലെയും അതുപോലെ തന്നെ മുർഷിദാബാദിലെയും പരാജയങ്ങൾ പാർട്ടിയെ അടിമുടി ഉലച്ചിരിക്കുകയുമാണ്. കാർത്തിക് ഘോഷിനെ പോലെയുള്ളവരൊക്കെ പരസ്യമായി അഭിഷേകിനെതിരെ രംഗത്ത് വന്നത് പാർട്ടിയുടെ ഔദ്യോഗികമായ പിളർപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നു. മമതാ ബാനർജിക്ക് തന്റെ പാർട്ടിയെ ഈ തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ കഴിയുമോ എന്നതാണ് ഇനി അടുത്ത ചോദ്യം. അതോ ബംഗാളിൽ കോൺഗ്രസിനും CPM-നും സംഭവിച്ചതുപോലെ തന്നെ തൃണമൂലിനും ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടേണ്ട അവസ്ഥയാണോ? നമുക്കെല്ലാം കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തൃണമൂൽ ബംഗാളിൽ തുടച്ചു നീക്കപ്പെടുമോ? അത് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും അവരുടെ സ്ഥാനം? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും. മറ്റു വിഷയമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.